ബഹുമാനികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ മൂന്നാമത്തെ വിശുദ്ധമായ ഹറം ആകുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ഫലസ്തീന്റെ നാട് ഏകദേശം ഒരു വർഷം പൂർത്തിയാകാൻ അടുക്കുകയാണ്. ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ട് ഏകദേശം ഒരു വർഷത്തോടടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നാം എല്ലാവരും വായിച്ചു, മനസ്സിലാക്കി, പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധം അടുത്ത ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗമുള്ള നാടുകളെ വിശുദ്ധ ഖുർആൻ അനുഗ്രഹിച്ച നാടുകളെന്ന് പരിചയപ്പെടുത്തിയ ആ പ്രദേശത്തിനെയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഷാം എന്നറിയപ്പെട്ടത്. ആ ഷാമാണ് പിൽക്കാലത്ത് പശ്ചിമേഷ്യ എന്ന് ഒക്കെ വിളിക്കപ്പെട്ടത്. ഇന്ന് പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രദേശം അതൊരു നല്ല നാടായിട്ടാണ് ഖുർആനും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ നമ്മെ പരിചയപ്പെടുത്തിയത്. ആ നാടിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നാം കാണേണ്ടി വരുന്ന, കാണാൻ സാധ്യതയുള്ള ഒട്ടേറെ പ്രതിസന്ധികളെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്വഹാബത്തിന് മുന്നറിയിപ്പ് നൽകി പ്രവചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയി. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം നാം വായിക്കുന്നത്, അടുത്ത ഒരു രാജ്യം കൂടി പുതിയ യുദ്ധമുഖത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഭൂരിപക്ഷം വരുന്നത് മുസ്ലിങ്ങളാണെങ്കിലും ജനസംഖ്യയുടെ 1/3 ഭാഗം ക്രൈസ്തവ സമൂഹമാണ്. 2/3 ഭാഗമാണ് അവിടെ മുസ്ലിമീങ്ങൾ. അത് വെച്ചിട്ടാണ് ഭൂരിപക്ഷം എന്ന് പറയാം. ആ ഭൂരിപക്ഷത്തിൽ തന്നെ വലിയൊരു വിഭാഗം ഷിയ വിഭാഗക്കാരാണ്. പേരുകൊണ്ടും രൂപം കൊണ്ടും ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും വക്താക്കളായിട്ടൊക്കെ വിശ്വസിക്കപ്പെടുമ്പോഴും ഉള്ളുകൊണ്ടും സത്യത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കളായ ഒരു വിഭാഗം. മുഹറമിന്റെ സമയത്ത് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ പറഞ്ഞപ്പോൾ ഷിയ വിഭാഗം സത്യത്തിൽ എന്താണ്, അവരുടെ ഉള്ളും രാഷ്ട്രീയവും താല്പര്യങ്ങളും എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു പോയി. ലബനാൻ എന്നത് അധികാരത്തിൽ മുസ്ലിം സമൂഹത്തിലെ പ്രധാനികളായ ആളുകളൊക്കെ ആണെങ്കിലും ശരി, സമാന്തരമായ അധികാരം നടത്തുന്ന വലിയൊരു വിഭാഗം ഹിസ്ബുള്ള എന്ന പേരിലുണ്ട്. അവരിലൂടെയാണ് ഇസ്രായേൽ പുതിയ യുദ്ധമുഖം തുറന്ന് ലബനാൻ എന്ന രാജ്യത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ഇത് ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയും മുസ്ലിം ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നാം മനസ്സിലാക്കേണ്ട, നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്ന കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ലോകാവസാനത്തിന്റെ മുമ്പ് വരുന്ന ലോകത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി പല പ്രവചനങ്ങളും പല രഹസ്യങ്ങളും ചർച്ച ചെയ്യാറുള്ള, സംസാരിക്കാറുള്ള ഭാഗങ്ങൾ, അത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ചില ഹദീസുകൾ നമുക്ക് കാണാം. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് ബിൻ ജബൽ എന്ന സ്വഹാബി വര്യനെ ഒരിക്കൽ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ്, നീ കുറെ കാലം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ മുആദേ നിനക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നീ ചില കാഴ്ചകൾ കാണും. ആ കാഴ്ചകൾ ഒരിക്കൽ സമൂഹം, നമ്മുടെ ഉമ്മത്ത് കാണേണ്ടി വരുന്ന കാഴ്ചകളാണ്. അന്ന് നിനക്ക് ജീവിച്ചിരിക്കുമെങ്കിൽ നീ കാണേണ്ടി വരുന്ന കാഴ്ചകളുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആ ഹദീസ് വിവരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുട്ടുകാലോട് മുട്ടുകൾ ചേർത്തിരുന്നു. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഘട്ടം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിരിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ മുആദ്, അടുത്തേക്ക് ചേർന്നിരിക്കുക. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ പരിശുദ്ധ റസൂലിന്റെ മുട്ടുകാലുകളോട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുട്ടുകാലുകളെ ചേർത്ത് വെച്ചുകൊണ്ട് പുണ്യപ്രവാചകനോട് ചേർന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മുആദ്,
ഓ മുആദേ, കുറെ കാലം കൂടെ നീ ജീവിച്ചിരുന്നാൽ നീ നിനക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസി ഖറാബു യസ്രിബാ. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസി ഖറാബു യസ്രിബാ. ബൈത്തുൽ മുഖദ്ദസ് നാട് പുണ്യ റസൂലിന്റെ കാലഘട്ടത്തിലെ ഷാം എന്നറിയപ്പെട്ടിരുന്ന നാട്, ഇന്ന് ലോകരാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശം, ഇന്ന് 10ഓളം രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തിൽ പ്രധാന കേന്ദ്രം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന നാടാണ് ബൈത്തുൽ മുഖദ്ദസ എന്നറിയപ്പെടുക. റസൂലിന്റെ കാലഘട്ടത്തിലും ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കേന്ദ്രബിന്ദു മസ്ജിദുൽ അഖ്സയും അതിന്റെ തിരുമുറ്റമാണ്. ആ നാടിനെ ചൂണ്ടിക്കൊണ്ട് ഹബീബായ റസൂൽ പുണ്യപ്രവാചകന്റെ ഹബീബിന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടില്ല. അവർ ഹബീബായ റസൂലിന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കുന്നതിനപ്പുറം വളരെ അപൂർവമായ അറബികൾ മാത്രമേ ഖുദ്സ് കാണാൻ സാധ്യതയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നില്ല. ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. മഹാനായ നബിയുനാ ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലെ ഇസ്ഹാഖ് നബിയിലൂടെ യാക്കൂബ് നബിയിലൂടെ വന്ന പരമ്പരകൾ തമ്പടിച്ച, അവര് പ്രബോധനം ചെയ്ത ആ സമൂഹത്തിലൂടെ വളർന്നു വന്ന പ്രവാചകന്മാർ കടന്നുപോയി ഇസ്രായേൽ സമൂഹം കഴിഞ്ഞിരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തിനെ എല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ടാണ് അറേബ്യൻ ഉപദ്വീപിലേക്ക് ഖാത്തമുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി റബീഉൽ അവ്വലിന്റെ മാസത്തിൽ ഭൂജാതനായി കടന്നു വരിക. ആ റസൂലിന്റെ നാട്, ആ റസൂലിന്റെ സമൂഹം അറബികളാണ്. മറ്റു വിഭാഗം അറബികൾക്ക് നേരെ മറ്റൊരു വിഭാഗമാണ് ബനു ഇസ്രായേൽ സമൂഹം. ആ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ സ്വാധീന പ്രദേശമായ ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന, മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന മിഡിൽ ഈസ്റ്റിന്റെ പ്രദേശം സ്വഹാബത്തിന് വലിയ പരിചയമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ സ്വഹാബാ ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസി. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസി. ബൈത്തുൽ മുഖദ്ദസ് പ്രദേശത്ത് ഒരു പുതിയ നാഗരികത ഉയർത്തെഴുന്നേൽക്കപ്പെടും. ഒരു പുതിയ നാഗരികത ഉയർത്തെഴുന്നേൽക്കപ്പെടും. അന്ന് റസൂല് പറയുമ്പോ ഖുദ്സിന്റെ മൽപ്പണ്ട് ആ പശ്ചിമേഷ്യയുടെ പ്രദേശങ്ങൾ പഴയ കാലഘട്ടത്തിനനുസരിച്ചുള്ള കെട്ടിടങ്ങളാണ്. പുണ്യപ്രവാചകൻ സഹാബത്തിനോട്, ജനങ്ങളോട് പറയുന്നത് ഒരു പുതിയ നാഗരികത, ഒരു പുതിയ ജനസഞ്ചയം, ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ കെട്ടിട സംസ്കാരം, പുതിയ യുദ്ധ സമാഹാരങ്ങൾ, പുതിയ സംവിധാനങ്ങളോടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് പ്രദേശം മാറി വരുന്നൊരു കാലം വരും. അങ്ങനെ ഒരു കാലം നിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അന്ന് നീ മനസ്സിലാക്കിക്കോ, ഖറാബു യസ്രിബാ. അത് ഈ മദീന ത്വയ്യിബയിൽ നിന്ന്, എന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നൊരു കൾച്ചർ ഉണ്ടല്ലോ, ഒരു സംസ്കാരമുണ്ടല്ലോ, ഒരു പുതിയൊരു നാഗരിക സംസ്കാരമുണ്ടല്ലോ, അത് തകർച്ചയിലേക്ക് പോകുന്നതിന്റെ അടയാളമാ. സമ്പൂർണമായ തകർച്ചയല്ല, താൽക്കാലികമായ ഒരു തകർച്ചയിലേക്കുള്ള തുടക്കമാണ്. ഹബീബായ റസൂൽ അത് പറയുമ്പോ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് സ്വഹാബത്ത് ചോദിക്കാൻ തുടങ്ങി. മഹദിയായ മൈമൂന റളിയല്ലാഹു തആല അൻഹ, പുണ്യപ്രവാചകന്റെ വീട്ടിലുണ്ടായിരുന്ന സഹായിയായ മൈമൂന റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏതാണ് ആ ബൈത്തുൽ മഖ്ദിസ് നബിയേ? അഫ്തിനാ ഫീ ബൈത്തുൽ മഖ്ദിസ്. ആ ബൈത്തുൽ മഖ്ദിസ് നാടിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഏതാണ് ആ നാട് റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി. ഹിയ അർളുൽ മഹ്ശരി വ അർളുൽ മൻശരി. അതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാട്, അതാണ് പുനരുദ്ധാന നാളിന്റെ നാട്, അതാണ് പുനരുജ്ജീവനത്തിന്റെ നാട്. പരിശുദ്ധ മക്ക മുക്കറമ, അല്ലാഹു റബ്ബുൽ ആലമീന്റെ പരിശുദ്ധ കഅബ ശരീഫ്, ലോകത്താദ്യമായി അല്ലാഹു റബ്ബുൽ ആലമീനെ വേണ്ടി ആരാധിക്കുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിതമായ ഭവനം എവിടെ? അവ്വലു മസ്ജിദിൻ ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധ മക്ക മുക്കറമയിലെ ബക്ക എന്ന നാട്ടിൽ സ്ഥാപിതമായ അല്ലാഹുവിന്റെ ഭവനമായ കഅബ ശരീഫ്, അതാണ് ഭൂമിയിലെ ഒന്നാമത്തെ ഭവനം എന്ന് പരിശുദ്ധ ഖുർആൻ. സ്വഹാബത്ത് ചോദിച്ചു, മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു മസ്ജിദിൻ അവ്വലു ഫിൽ അർള്. ഈ ഭൂമിയിലെ ഒന്നാമത്തെ പള്ളി ഏതാണ് നബിയേ? ഈ ഭൂമിയിലെ അല്ലാഹുവിന് വേണ്ടി സ്ഥാപിതമായ ഒന്നാമത്തെ പള്ളി ഏതാണ് നബിയേ? അവിടെന്ന് പറഞ്ഞു, കഅബത്തുല്ലാഹ് അൽ മസ്ജിദുൽ ഹറാം. പരിശുദ്ധമായ കഅബ ശരീഫാണ്.
അള്ളാഹുവിന്റെ ഭവനം കഅബ ശരീഫാണ്, ഭൂമിയിലെ ഒന്നാമത്തെ ഭവനം. സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ് നബിയെ രണ്ടാമത് ഭൂമിയിൽ ആദ്യമായി വെക്കപ്പെട്ട രണ്ടാമത്തെ പള്ളി ഏതാണ് നബിയെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, അങ്ങേ അറ്റത്തുള്ള പള്ളിയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കിലോമീറ്റർ വിദൂരതയിലുള്ള അങ്ങേ അറ്റത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയാണ് ഭൂമിയിലെ രണ്ടാമത്തെ ഭവനം. മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, കം കാന ബൈനഹുമാ, അതിന്റെ ഇടയിൽ എത്ര കാലാവധി ഉണ്ടായിരുന്നു റസൂലേ? കഅബ ശരീഫിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും നിർമ്മാണത്തിന്റെ ഇടയിൽ എത്ര കാലദൈർഘ്യമുണ്ടായിരുന്നു റസൂലേ? അവിടെ നിന്ന് പറഞ്ഞു 40 വർഷത്തെ കാലദൈർഘ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഹദീസിന്റെ വിവരണത്തിൽ കാണാം, ഈ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ ഹറം കഴിഞ്ഞ് അള്ളാഹുവിന്റെ കഅബത്തുള്ള കഴിഞ്ഞ് മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണം 40 വർഷം കഴിഞ്ഞ് നടക്കുമ്പോ ഈ രണ്ട് പള്ളികളുടെയും നിർമ്മാണം നടത്തിയത് മഹാനായ നബിയുന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ സിലോണിൽ നിന്നും പരിശുദ്ധ മക്കത്തേക്ക് യാത്ര ചെയ്തു പോയി അള്ളാഹുവിന്റെ ഭവനം സ്ഥാപിക്കുവാൻ, മനുഷ്യലോകത്തിന് ദൃശ്യമാകുന്ന രൂപത്തിൽ പണിയുവാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ആ കൽപ്പന കഴിഞ്ഞപ്പോ അള്ളാഹു റബ്ബുൽ ആലമീൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പരിശുദ്ധ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന മിഡിൽ ഈസ്റ്റിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്നിട്ട് രണ്ടാമതൊരു പള്ളി പണിയാൻ പറഞ്ഞു. ആ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ഈ രണ്ട് പള്ളികൾക്കിടയിൽ മുസ്ലിം ലോകം അറിയാതെ പോകരുത്. മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കേണ്ട വല്ലാത്തൊരു ബന്ധം, ഒരു പൊക്കൽ കൊടി ബന്ധം ഈ രണ്ട് മണ്ണുകളുമായി മുസ്ലിം ലോകത്തിനുണ്ട്. വല്ലാത്തൊരു അലാഖത്തുണ്ട്. പരിശുദ്ധ കഅബ ശരീഫും മസ്ജിദുൽ അഖ്സയും തമ്മിൽ മുസ്ലിം ലോകത്തിന് വല്ലാത്തൊരു ബന്ധമുണ്ട്. മുസ്ലിം ലോകത്തിന്റെ മാനവകുലത്തിന്റെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂലോകത്തേക്ക് വന്ന് അബുൽ ബശർ ആദം നബിയുടെ ജീവിത പങ്കാളിയായി മാറിയ നമ്മുടെ മാതാവായ ഹവ്വ ബീവിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത് മസ്ജിദുൽ ഹറമിന്റെ കഅബ ശരീഫിന്റെ ഒരു വെളിപ്പാടകലയുള്ള പരിശുദ്ധമായ അറഫയുടെ താഴ്വരയിലാണ്. ഹജ്ജിന് വേണ്ടി ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന, ഹജ്ജിന്റെ പ്രധാന കർമ്മം നടക്കുന്ന അറഫയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ മാനവകുലത്തിന്റെ മനുഷ്യരാശിയുടെ സഞ്ചാരം തുടങ്ങുന്നത് കഅബയുടെ പരിസരത്താണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളൊരു കാലത്ത് നമ്മളെല്ലാവരും മരണപ്പെടും. എല്ലാവരും പടച്ച അവന്റെ മുമ്പിലേക്ക് എത്തിക്കപ്പെടും. ലോകത്തെ സർവ്വ ചരാചരങ്ങളും മരിച്ചൊടുങ്ങുന്ന ഖിയാമത്ത് കഴിഞ്ഞ്, ആ ഖിയാമത്ത് കഴിഞ്ഞിട്ടും മഹ്ശറ എന്നൊരു കാര്യമുണ്ടല്ലോ. സർവമാന ചരാചരങ്ങളെയും മനുഷ്യലോകത്തെയും ജീവജാലങ്ങളെയും പടച്ചറപ്പിന്റെ സിംഹാസനം നാട്ടപ്പെടുന്ന കോടതിയുടെ മുമ്പിൽ നിർത്തപ്പെടുമ്പോ ആ കോടതി നടക്കുന്നത് എവിടെയെന്നറിയുമോ? ആ കോടതി നടക്കുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ തിരുമുറ്റത്താ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാ പറഞ്ഞത്, ഹിയ അർളുൽ മഹ്ശരി വഅർളുൽ മൻശരി, അത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാടാണ്. പടച്ചിറപ്പിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെടുന്ന നാടതാണ്. ആ നാടിന്റെ അവസ്ഥയെ കുറിച്ച് അറിയുമോ? അവിടെയാണ് പടച്ചിറപ്പിന്റെ ഭൂമിയിലെ രണ്ടാമത്തെ ഭവനം വന്നത്. മൈമൂന റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്ന് പറഞ്ഞു, യാ മൈമൂന യഅതൂഹു ഫസല്ലൂ, നീ കഴിയുമെങ്കിൽ അവിടേക്ക് പോകണം, ആ പള്ളിയിലേക്ക് പോകണം, അവിടെ പോയി 2 റക്അത്ത് നമസ്കരിക്കണം. മൈമൂന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് വല്ലാത്ത ദൂരത്തിലാണല്ലോ നബിയേ, ഒരുപാട് ദൂരത്തിലാണല്ലോ റസൂലേ. അവിടേക്ക് പോകാൻ കഴിയാത്തവരാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എവിടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നബിയേ? അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെ കഴിയില്ലെങ്കിൽ അവിടേക്ക് പോകുന്ന ആളുകളോട് ഫബഅസു ബിസൈതിൻ യുസ്റജു ഫീ ദാലികൽ മഹൽ, ആ പള്ളിയിൽ വിളക്ക് കത്തിക്കപ്പെടുന്നുണ്ടാകും. ആ വിളക്ക് കത്തിക്കപ്പെടുന്ന, ആ പള്ളിയിലെ വിളക്ക് കത്തിക്കപ്പെടുന്നതിന് ഉപയോഗപ്പെടുന്ന നിലയിൽ ഒരല്പം എണ്ണ എങ്ങാനും കൊടുത്തു വിടാൻ പറ്റിയാൽ അതെങ്കിലും നീ ചെയ്യണേ, നിനക്കതിന്റെ പ്രതിഫലമുണ്ട് മൈമൂന. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്നും ഒരു രാത്രി പ്രയാണം നടത്തി അല്ലാഹുവിലേക്ക് വിളിക്കപ്പെട്ട യാത്ര കഴിഞ്ഞ് അവിടെ നിന്നും മടങ്ങി ഭൂമിയിലേക്ക് എത്തി. കഅബ ശരീഫിന്റെ ചാരത്തിലേക്ക് എത്തി. മക്കയിലെ കുഫാറുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ കണ്ടു, എന്റെ പടച്ചറബിനെ ഞാൻ കണ്ടു. ഞാൻ ഇവിടെ നിന്നും മസ്ജിദുൽ അഖ്സയിൽ പോയി, ഫലസ്തീനിൽ പോയി,
അവിടെ നിന്ന് റബ്ബിന്റെ അടുക്കലേക്ക് പോയി അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള വിവരം പറയുമ്പോ കുഫാറുകൾ പറഞ്ഞു, ഭ്രാന്ത് പറയാണ്, ഇതാർക്കാണ് കഴിയുക? ഈ കാലഘട്ടത്തിൽ 4000 കിലോമീറ്റർ അപ്പുറമുള്ള ഫലസ്തീനിൽ പോയി മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അവിടെ നിന്ന് റബ്ബിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? കാരണം വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ചരിത്രമായിരുന്നു അത്. അത്രമേൽ വിദൂരത്തിലായിരുന്നു ആ പ്രദേശമുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കുക. അല്ലാഹു റബ്ബുൽ ആലമീന്റെ സിംഹാസനം, പടച്ച റബ്ബിന്റെ അർശ് നിലകൊള്ളുന്നത് എവിടെയെന്നാ പഠിപ്പിക്കപ്പെട്ടത്? കഅബ ശരീഫിന്റെ നേരെ മുകളിലാണ്. കഅബ ശരീഫിന്റെ നേരെ മുകളിലേക്ക് സഞ്ചരിച്ചു പോയാൽ 7 ആകാശത്തിനോട് അടുക്കുമ്പോ അവിടെ ഒരു പള്ളി, പ്രകാശത്താലുള്ള ഒരു പള്ളിയുണ്ട്, ബൈത്തുൽ മഅമൂർ. സദാസമയവും ഇഅ്തികാഫ് നടക്കുന്ന, സദാസമയവും തവാഫ് നടക്കുന്ന, സദാസമയവും ഇബാദത്ത് നടക്കുന്ന, മലക്കുകളെ കൊണ്ട് ഇബാദത്ത് കൊണ്ട് ധന്യമാകുന്ന ഒരു പള്ളി, പ്രകാശത്തിന്റെ പള്ളി. ആ പള്ളിയിൽ നിന്ന് പിന്നെയും മുകളിലേക്ക് പോയാൽ അല്ലാഹു റബ്ബുൽ ആലമീന്റെ സാന്നിധ്യമുള്ള പടച്ച റബ്ബിന്റെ സിംഹാസനമാകുന്ന അർശ് നിലകൊള്ളുന്ന സ്ഥലത്തിലെത്തി. കഅബ ശരീഫിന്റെ നേരെ മുകളിലാണ് റബ്ബിന്റെ സാന്നിധ്യമുള്ളതെങ്കിൽ ഇസ്രാഇന്റെ രാത്രി, മിഅ്റാജിന്റെ രാത്രി കഅബ ശരീഫിന്റെ ചാരത്ത് കിടന്നുറങ്ങിയ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ അവിടെ നിന്ന് കുളിപ്പിച്ച് ശുദ്ധനാക്കി വൃത്തിയാക്കി അവിടെ നിന്ന് 1000കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അവിടെ തന്റെ ബുറാക്കിനെ ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് കഅബ ശരീഫിന്റെ മുമ്പിൽ നിന്നും നേരെ മുകളിലേക്കുള്ള സിംഹാസനത്തിന്റെ ഭാഗത്തിലേക്ക് യാത്രയാകുന്നത്. അങ്ങ് 4000 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലെ ഖുബ്ബത്തുസ് സഖറയിൽ നിന്നാ. എന്തിനാ അല്ലാഹു ഇങ്ങനെ ചെയ്തേ? ഇവിടെ നിന്നും നേരെ മുകളിലേക്ക് പോയാൽ മതിയാകുന്ന ഒരു മനുഷ്യനെ ഇവിടെ നിന്നും ഒരു 4000 കിലോമീറ്റർ മറ്റൊരു ദിശയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്തിനാ അങ്ങനെ ചെയ്തത്? അതാ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, അലാഖത്തുൻ ബൈൻ, നമുക്ക് കഅബ ശരീഫിന്റെയും മസ്ജിദുൽ അഖ്സയും ഇടയിൽ ഒരു വലിയ ബന്ധമുണ്ട്, ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധം ആഖിർ സമാൻ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളെയും മനസ്സുകളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയുടെ ഇമാം ഖുതുബ നിർവഹിക്കുമ്പോൾ അവർ വിളിക്കുക സാധാരണ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ എന്നാച്ചു, സത്യവിശ്വാസികളെ, അയ്യുഹൽ മുഅ്മിനൂൻ, അയ്യുഹൽ മുസ്ലിമൂൻ എന്നാണ് വിളിക്കുകയെങ്കിൽ മസ്ജിദുൽ അഖ്സയുടെ ഇമാമിന്റെ ഖുതുബയിൽ കേട്ടത് അയാ ഇഖ്വാന അസ്ഹാബൽ ഇസ്റാഇ വൽ മിഅ്റാജ്, ഇസ്റാ മിഅ്റാജിന്റെ നാടിന്റെ അഹ്ലുകാരെ, ഇസ്റാ മിഅ്റാജിന്റെ നാട്ടിന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ എന്നാണ് അദ്ദേഹം വിളിച്ചു ചോദിക്കുക. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും നാട്, അത് നടക്കുവാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്ത മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന നാട്, ഇതിനെ നിങ്ങൾ മറന്നു പോവുകയാണ്, ഇതിനെ നിങ്ങൾ വിസ്മരിച്ചു പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് കഴിയുക? എങ്ങനെയാണ് കഴിയുക? നിങ്ങൾ എത്ര വിദൂരത്തിലിരുന്നാലും കഴിയുമെങ്കിൽ പോകണമെന്ന് റസൂൽ പറഞ്ഞ ആ പുണ്യമായ നാടിനെ കുറിച്ച് പറഞ്ഞു, വനനഅമൽ മുസല്ല ഹിയ അർദുൽ മശ്ശർ വ അർദുൽ മൻശർ. ഈ ഭൂമിയിൽ നമസ്കരിക്കുവാൻ ഏറ്റവും പ്രാധാന്യത്തോടെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഇടങ്ങളുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം പുനരുദ്ധാന നാളിൽ നമ്മളെല്ലാവരും പോയി നിർത്തപ്പെടുന്ന ആ തിരുമണ്ണാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരുകരങ്ങളാൽ സ്ഥാപിതമായ പടച്ചറബിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ഥാപിതമായ ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ആധുനിക രൂപഭംഗിയിലൂടെ സ്ഥാപിച്ച മഹാനായ ലോകം ഭരിച്ച മഹാനായ നബി സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മാനവറുകൾ പരിശുദ്ധ കഅബ ശരീഫിനെ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ കഅബ ശരീഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നടത്തിയ പ്രാർത്ഥന പോലെ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലെ ദാവൂദ് നബിയുടെ മകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മസ്ജിദുൽ അഖ്സ പുനർനിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആ കഅബ ശരീഫിന്റെ രണ്ടാമത്തെ പള്ളിയാകുന്ന മസ്ജിദുൽ അഖ്സയുടെ മുമ്പിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ അരുൾ ചെയ്യുകയാണ്, ആ 3 കാര്യത്തിൽ 2 ദുആകളെയും അല്ലാഹു സ്വീകരിച്ചു. 3ാമത്തെ കാര്യം അല്ലാഹു ഭാഗ്യമാക്കി ബാക്കി വെച്ചത് നമുക്കാണ്, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഉമ്മത്തിനാണ്. അല്ലാഹുവേ, ഒരു അധികാരം എനിക്ക് തരണം പടച്ചവനെ. ലമ്മാ ഫറഗ
മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, ലോകത്തൊരാൾക്കും കൊടുക്കാത്ത രൂപത്തിലുള്ള ഒരു അധികാരം എനിക്ക് തരണേ അല്ലാ. അള്ളാഹു സ്വീകരിച്ചു, കൊടുത്തു. പടച്ചറബ് സ്വീകരിച്ചു, സുലൈമാൻ നബിക്ക് അധികാരം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു, അല്ലാഹുവേ, ഈ പരിശുദ്ധമായ നിന്റെ പള്ളിയിൽ, ഈ ഭൂമിയിലെ സ്ഥാപിതമായ രണ്ടാമത്തെ പള്ളിയിൽ ആരെങ്കിലും 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നാൽ, ഈ പള്ളിയിലേക്ക് ആ നിയത്തോടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ലാ യുരീദു ഇല്ല സ്വലാത്ത ഫീ, ഇവിടേക്ക് ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നാൽ, ഇല്ലാ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, ആ മനുഷ്യന്റെ മാതാവ് അവന് ജന്മം കൊടുക്കുമ്പോ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എത്ര ശുദ്ധനായ അവസ്ഥയിലാണ് വരിക, ആ കോലത്തിലായിരിക്കും മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ച് പുറത്തേക്ക് വരുന്നൊരു മനുഷ്യൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഈ ദുആയും അല്ലാഹു സ്വീകരിച്ചു, ഈ 2 പ്രാർത്ഥനകളെയും സ്വീകരിച്ചു. ഈ ഹദീസ് കണ്ടപ്പോൾ തന്നെ ഈ ഉള്ളവൻ ആഗ്രഹിച്ചതാണ്, പടച്ച റബ്ബേ, നിന്റെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ കഅബ ശരീഫിൽ എത്താൻ ഭാഗ്യം കിട്ടി, മസ്ജിദുൽ ഹറമിൽ കയറി നമസ്കരിക്കാൻ ഭാഗ്യം കിട്ടി, ഉംറ ചെയ്യാൻ അവസരം കിട്ടി, തവാഫ് ചെയ്യാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ രണ്ടാമത്തെ ഹറമായ പരിശുദ്ധമായ മസ്ജിദുൻ നബി, ഹബീബായ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയിലെത്താനും അല്ലാഹു ഭാഗ്യം നൽകി. ഇനി 3ാമത്തെ ഹറമാകുന്ന മുസ്ലിം ലോകം ഏറ്റവും അധികം ശ്രദ്ധയോടെ പരിഗണിക്കുന്ന, പ്രാധാന്യത്തോടെ കാണുന്ന ഈ മസ്ജിദുൽ അഖ്സയിൽ ഒരിക്കലെങ്കിലും പോകാൻ അവസരം നൽകണേ അല്ലാ. അന്വേഷിച്ചു നോക്കുമ്പോ സാധ്യത വളരെ കുറവാണ്. 1973 ശേഷം ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യത കുറവാണ്. ആ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ബൈത്തുൽ മുഖദ്ദസിനെ ഇന്ന് അധീനതയിൽ വെച്ചിരിക്കുന്ന ഇസ്രായേൽ എന്ന ലോകത്തെ ഏറ്റവും വലിയ കിരാത രാജ്യം, ആ കിരാത രാജ്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരിക. ലബനാനിലൂടെ ഗസയിൽ തുടങ്ങി. കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 7 മസ്ജിദുൽ അഖ്സയുടെ പേരിൽ തുടങ്ങി ഗസയിലേക്ക് ആക്രമണം നടത്തി. അവിടുന്ന് ഇറാനിലെത്തി, അവിടുന്ന് ലബനാനിലെത്തി. ഇനി അവരെങ്ങോട്ടാണ് പോകുന്നതെന്നറിയുമോ? ഇമാമുൽ മഹ്ദി വിജയത്തിലേക്ക് മുസ്ലിം ലോകത്തിന് മാടി വിളിക്കപ്പെടുന്ന, അതിന് മുന്നോടിയായി കൊടുമ്പിരി കൊള്ളുന്ന അതിഭയാനകമായ ദ്വന്ദ്വയുദ്ധങ്ങളിലൂടെ, രക്തപ്പുഴകൾ ഒഴുക്കപ്പെടുന്നതിലൂടെ, കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് നാം സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇമാമുൽ മഹ്ദിയിലേക്കാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അടുത്തേക്ക് വിളിച്ചിരുത്തി, മുട്ടോട് മുട്ട് ചേർത്തിരുത്തിയിട്ട് പറഞ്ഞത്, യാ മുആദ്, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ഖുദ്സിന്റെ മണ്ണിൽ പുതിയൊരു നാഗരികത ഉദയം ചെയ്തു കഴിഞ്ഞാൽ, അവിടെ പുതിയ മനോഹരമായ ആധുനിക രൂപത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങൾ വന്നാൽ, അത്യാധുനിക രൂപത്തിലുള്ള ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ വന്നാൽ, ലോകോത്തര നിലവാരത്തിലുള്ള പല സംവിധാനങ്ങളും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ, നീ മനസ്സിലാക്കിക്കോ, അത് ഖറാബു യസ്രിബ, അത് ഈ മദീനയുടെ നിയന്ത്രണത്തിന്റെ, ഈ മദീനയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ സംസ്കാരത്തിന്റെയും ദീനിയായ മുസ്ലിം ഉമ്മത്തിന്റെ നിയന്ത്രണത്തിന്റെയും തകർച്ചയാ. ഇസ്ലാമിന്റെ തകർച്ചയെന്നല്ല, മദീനയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ദീനീ സഖാഫത്തിന്റെ, ഇസ്ലാമിയത്തിന്റെ തകർച്ചയാ. 30 വർഷം പിന്നിടുകയാണ്. ഖാതിമുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് 15 നൂറ്റാണ്ടുകൾക്കപ്പുറം മദീനത്തെ പള്ളിയിലിരുന്നു കൊണ്ട് ലോകത്തോട് പറഞ്ഞതെന്താ? അത് അക്ഷരം പ്രതി പുലരുന്ന വേളയിലാ നമ്മളുള്ളത്. ലോകാവസാനത്തിന്റെ മുന്നോടിയായി, ഖിയാമത്തിന്റെ മുന്നോടിയായി ലോകം കാണുന്ന കുറെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ അടയാളങ്ങളിൽ ചെറിയ ചെറിയ അടയാളങ്ങളെ പറഞ്ഞു. ഒരുപക്ഷെ ആ ചെറിയ അടയാളങ്ങളിൽ 99% കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി വലിയ അടയാളങ്ങൾ, ഏറ്റവും ഭയാനകമായ വലിയ അടയാളങ്ങൾ, ആ വലിയ അടയാളങ്ങളിലേക്ക് ലോകം കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. 1989 തുടങ്ങിയ ഗൾഫ് യുദ്ധം, കുവൈറ്റ് ഇറാഖിന്റെ യുദ്ധം, അത് മുതൽ തുടങ്ങിയത് 3ാം ലോക മഹായുദ്ധമാണെങ്കിൽ, ആ 3ാം ലോക മഹായുദ്ധം പര്യവസാനിക്കുന്നത് ഇമാമുൽ മഹ്ദിയിലേക്കാണ് എത്തപ്പെടുന്നതിലൂടെയാ. ഇന്നത്തെ ദിവസം നമ്മൾ പത്രം വായിക്കുമ്പോ റഷ്യ പറയാണ്, ഞങ്ങൾക്കെതിരിൽ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ യുക്രൈനെ സഹായിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുന്നതാ. യൂറോപ്യൻ രാജ്യങ്ങളോട്, അമേരിക്കയോടൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചാൽ, ഉക്രൈനെ സഹായിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. ചിലപ്പം പ്രയോഗിക്കുമായിരിക്കും താൽക്കാലികമായിട്ട്. നിങ്ങൾ വിലയിരുത്തി നോക്കിക്കോ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ യുദ്ധം പോകാൻ തുടങ്ങുന്നത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ സതസാലഹൂൻ, നിങ്ങൾ സന്ധി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു.
നിങ്ങൾ സന്ധി ഉണ്ടാക്കും. വിജയം പ്രതീക്ഷിച്ച്, സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ 2 വിഭാഗം ആളുകൾ, ആ 2 വിഭാഗവും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദ്ധവൈരികളാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്, കൊടിയ ശത്രുക്കളാണ്. ആ ശത്രുക്കളിൽ ഒരു ശത്രു ഒരല്പം പിന്നോട്ടായി പോകുമ്പോൾ അവൻ സഹായത്തിന് വേണ്ടി, ആളെ പറ്റിക്കാൻ വേണ്ടി ആ സമയത്ത് പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിങ്ങളോട് പറയും, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയും. ആ സഹായ വാഗ്ദാനത്തിന്റെ മുമ്പിൽ മുസ്ലിങ്ങൾ അവരോടൊപ്പം ചേരും. അവരോടൊപ്പം ചേർന്ന് യുദ്ധത്തിലേക്ക് എത്തപ്പെടും. 3ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തപ്പെടും. ഗസയിൽ യുദ്ധം തുടങ്ങുമ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് കൃത്യമായി വിലയിരുത്തിയ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അവസാന ലോകത്തിന്റെ യുദ്ധമാണ്. ഇതിൽ അതിശക്തമായ, ഭീകരമായ വംശഹത്യയും അങ്ങേയറ്റം ഭയാനകമായ തീച്ചുളയിലൂടെ നമ്മൾ കടന്നുപോകും. പരാജയം പ്രത്യക്ഷത്തിൽ ആദ്യ സമയത്തെ പരാജയങ്ങളും നഷ്ടങ്ങളും കഷ്ടതകളും മുസ്ലിം ലോകത്തിന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതിനിടയിൽ ഇറാൻ എന്നൊരു രാജ്യം കടന്നു വരുന്നു. ഈ ഇറാൻ എന്നൊരു രാജ്യത്തിന്റെ വരവ് ചില മുസ്ലിങ്ങളെങ്കിലും വിചാരിക്കും മുസ്ലിങ്ങൾക്ക് ആവേശം. മുസ്ലിങ്ങൾക്ക് ഒരു ആവേശവും ഇറാനിലൂടെയില്ല. കാരണം ഇറാൻ എന്നൊരു രാജ്യം സത്യത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹം നടിച്ച് സഹായ വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് കൊലയ്ക്ക് കൊടുക്കുവാൻ ഉള്ളിൽ പണിയെടുത്ത സമൂഹമായിരുന്നു. ആ സമൂഹം തന്നെയാണ് പിന്നീട് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ പ്രവാചക പൗത്രൻ പുണ്യ റസൂലിന്റെ പൊന്നുമകൻ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ ഭാര്യയെ സ്വാധീനിച്ച് വിഷം കൊടുത്തു കൊന്നതും ഇതേ ഖൗമ തന്നെയായിരുന്നു. അവർ തന്നെയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയും മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു 2 സ്വഹാബത്തിന്റെയും ഇടയിൽ ആഭ്യന്തര യുദ്ധത്തിന് കാരണമൊരുക്കുന്ന രൂപത്തിൽ തെറ്റിദ്ധാരണകളും നുണകളും പരത്തിയത്. അവർ തന്നെയാണ് മുഹറമിന്റെ 10ാമത്തെ രാവിൽ കർബലയുടെ മണ്ണിൽ മരണപ്പെട്ട് ഷഹാദത്ത് വരിച്ച ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെയും സഹായ വാഗ്ദാനം ചെയ്ത്, സപ്പോർട്ട് വാഗ്ദാനം ചെയ്ത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് കൊലയ്ക്ക് കൊടുത്തതും ഇവര് തന്നെയായിരുന്നു. അതിനുശേഷം അവസാനം നമ്മൾ കണ്ട ഫലസ്തീനിന്റെ വിപ്ലവ നായകൻ ഇസ്മായിൽ ഹനിയെയും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വിളിച്ചു വരുത്തി എല്ലാ വഴികളും തുറന്നുകൊടുത്ത്, എല്ലാ പദ്ധതികളും തുറന്നുകൊടുത്ത്, കൊലയ്ക്ക് കൊടുക്കാനുള്ള എല്ലാ സഹായവും, എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് എല്ലാ വഴികളും തുറന്നു കൊടുത്തിട്ട് കൊലയ്ക്ക് കൊടുക്കാനും കൂട്ടുനിന്നതും അവർ തന്നെയായിരിക്കും. മുനാഫിഖിന്റെ നിഫാഖിന്റെ അടയാളം പേറുന്ന ഖൗമാണവർ. ഇസ്ലാമിന്റെ വേഷവിധാനവും ഇസ്ലാമിന്റെ പേരും പേറിക്കൊണ്ട് ലോകതലത്തിൽ മുസ്ലിം ഉമ്മത്തിന് പേരുദോഷങ്ങളുള്ള പ്രവർത്തനങ്ങൾ 90% ചെയ്യുന്ന, മുസ്ലിം ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ പേരിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഏതെല്ലാം ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ എത്തപ്പെടുന്നത് അവിടേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എന്തെല്ലാം വീമ്പ് പറച്ചിലാണ് നമ്മൾ കാണുക. ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വധിക്കപ്പെട്ടു, എന്തെങ്കിലും ചെയ്തോ? ഇപ്പൊ ചെയ്യുമെന്ന് വിചാരിച്ചു, ഒന്നും ചെയ്യൂല. ആ രാജ്യത്തേക്ക് അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട അതിഥിയെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ പരമാധികാരിയെ വധിക്കപ്പെട്ടു, എന്തെങ്കിലും തിരിച്ചു ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. ഇനി വരാൻ പോകുന്നത് അമേരിക്കയും ഇസ്രായേലും യൂറോപ്പും ഫ്രാൻസും യുകെയും ഉൾപ്പെടെ യജൂജും മഅജൂജിന്റെ ഈ ഖൗമ മുഴുവനും ഒരുമിച്ച് ചേർന്നൊരു സംഘം വരും. അതിന്റെ മറുഭാഗത്ത് ഉക്രൈന്റെ പേരിൽ മാറി നിൽക്കുന്ന ഈ റഷ്യയുടെ നേതൃത്വത്തിൽ, ചൈനയുടെ നേതൃത്വത്തിൽ തുർക്കിയും ഇറാനും ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് അടുത്തൊരു സഖ്യവും വരും. ഈ 2 സഖ്യവും തമ്മിൽ യുദ്ധം നടക്കും. ഈ യുദ്ധം മിക്കവാറും ഒരു 25-50 വർഷം മുന്നോട്ട് പോകും. അതിന്റെ പര്യവസാനത്തിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ, പുണ്യപ്രവാചകൻ പ്രതീക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞ ഇമാമുൽ മഹ്ദിയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നതുവരെയും ഈ യുദ്ധം അവസാനിക്കുകയില്ല. ആ സമയത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ അരുൾ ചെയ്തു, സതസാലഹൂൻ, നിങ്ങൾ കരാറുണ്ടാക്കും, നിങ്ങൾ സന്ധി ഉണ്ടാക്കും. ആ സന്ധിയുടെ പര്യവസാനത്തിൽ അവസാനം അവർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ എത്തിച്ചിട്ട്, വാൾത്തലപ്പിന്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് അവരവസാനം കൈകെട്ടിക്കൊണ്ട് പിന്തിരിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കാലം വരും. അപ്പോഴാ നിങ്ങൾക്ക് തിരിയ, ആ സമയത്താ നിങ്ങൾക്ക് വ്യക്തമാവുക, സഹായത്തിന്റെ വാഗ്ദാനങ്ങൾ കൊണ്ടും ഈ ആയുധങ്ങൾ കൊണ്ടും ഈ ആൾബലം കൊണ്ടും ഒന്നുകൊണ്ടും രക്ഷയുണ്ടാവില്ല, അല്ലാഹ് മാത്രം നമുക്ക് ബാക്കിയായി എന്ന് മനസ്സിലായി പടച്ചറബിലേക്ക് തിരിയുമ്പോഴാണ് അഭൗതിക ലോകത്തിന്റെ സഹായം അവരിലേക്ക് വരിക. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദിസ് ഖറാബു യസ്രിബ, മദീനയുടെ സംസ്കാരം. ഈ മദീനയിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പുതിയ കൾച്ചറുണ്ട്, സംസ്കാരം. നിങ്ങൾ ആരായിരുന്നു, എങ്ങനെ ജീവിച്ചവരായിരുന്നു, മനുഷ്യത്വം എന്താണെന്ന് ലവലേശം അറിയാത്തൊരു ഖൗം. എന്താണ് മനുഷ്യൻ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്നതിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരു ഖൗമായിരുന്നു. ആ നിങ്ങളെ സാംസ്കാരിക ഉന്നതിയുടെ നിലവാരത്തിലേക്ക് കൊണ്ടെത്തിച്ചു.
ലോകം ഉറ്റുനോക്കുന്ന, ലോകം മാതൃകയാക്കുന്ന സംസ്കാര സമ്പന്നരായ ഒരു വിഭാഗമാക്കി മാറ്റി. ആ രൂപത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ട നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ഈ സംസ്കാരമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പിന്നാലെ പോകുന്ന ഒരു കാലം വരും. ആ കാലം വരുമ്പോൾ അറിയണം മുആദേ, പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി ഈ നൂറ്റാണ്ടിൽ നമ്മുടെ മുമ്പിൽ, ഈ വർഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നാം വായിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വായനകളെയും അക്കമിട്ടുകൊണ്ട് പുണ്യപ്രവാചകൻ അക്കമിട്ടുകൊണ്ട് നമുക്ക് മുമ്പിൽ നിരത്തി തരികയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഏത് രൂപത്തിലായിരിക്കും നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു ഭയപ്പാടിന്റെയും ഒരു തളർച്ചയുടെയും ആവശ്യമില്ല. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്ന രാഷ്ട്രീയ വിവാദം പോലും ഈ പറയുന്ന ഹദീസിന്റെ വെളിച്ചത്തിലൂടെ ഇഴകീറി പഠിച്ചാൽ നാം ചെന്നെത്തും. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അവസ്ഥകൾ മുസ്ലിം ലോകം ഇന്ത്യയിൽ അനുഭവിക്കുന്ന, കേരളത്തിൽ വരാൻ പോകുന്ന, നിങ്ങൾ നോക്കിക്കോളിൻ, ഇവിടെ ഇതുവരെ നമ്മൾ പ്രതീക്ഷ വെച്ച രാഷ്ട്രീയ ശക്തികൾ എല്ലാം ഒന്നായി മാറാൻ പോവുകയാണ്. അവരെല്ലാം ഒന്നായി മാറും. അടുത്ത തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞാൽ ഏറ്റവും കഷ്ടതയുടെ കാലത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. രാഷ്ട്രീയ ലോകത്തിലൊന്നും ഒരു അഭയവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെയുള്ള സഞ്ചാരത്തിലല്ലാതെ, പടച്ചിറപ്പിലേക്കുള്ള മടക്കത്തിലൂടെയല്ലാതെ ഒരു സഹായവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇന്ന് നമ്മുടെ രക്ഷകരായി നാം കാണുന്നവർ ഒറ്റുകാരായി മാറിപ്പോകുന്ന കാലം നമുക്ക് നേരെ കാണാൻ പറ്റും. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിപൂർണമായ ഈമാനിക ജീവിതത്തിലേക്ക്, അടിയുറച്ച അചഞ്ചലമായ വിശ്വാസത്തിലേക്ക്, തഖ്വയിലേക്ക്, പടച്ചിറപ്പിനെ മാത്രം വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.